അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ പൊന്നുപോലെ നോക്കി വളർത്തുന്നവരാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ആളുകളാണ്. നമ്മുടെ മക്കളെ നല്ല ചിട്ടവട്ടങ്ങളിൽ വളർത്താൻ താല്പര്യപ്പെടുന്നവരാണ്. എന്നാൽ 21 വയസ്സ് വരെയുള്ള കുട്ടികളെ ഇസ്ലാമിൽ എങ്ങനെ വളർത്താം എന്നതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. 7 വയസ്സ് വരെ അവരോടൊപ്പം കളിച്ചും ചിരിച്ചുമൊക്കെ അവരെ വളർത്താൻ ശ്രദ്ധിക്കുക. 7 വയസ്സ് വരെയുള്ള കുട്ടികളെ എങ്ങനെ 7 വയസ്സ് വരെയുള്ള കുട്ടികളെ എങ്ങനെ വളർത്തണം? അവരോടൊപ്പം കളിച്ചും ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞ് അവരെ വേണ്ടുവോളം കളിയും ചിരിയും തമാശയിലൊക്കെ വളർത്താൻ ശ്രദ്ധിക്കുക. അവരുടെ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം എന്നല്ല, അവരിൽ നിന്നും കിട്ടുന്ന ആ ഒരു അവരുടെ കളിയും ചിരിയും തമാശകളും അവരുടെ കുട്ടിക്കുറുമ്പുകളെല്ലാം നമുക്ക് ആ ഒരു സമയത്തെ കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് അവരെ അങ്ങനെ വളർത്തുക. അത് അവർക്കും ഒരുപാട് ഗുണം ചെയ്യും. നമ്മോടൊപ്പമുള്ള അടുപ്പം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ പഠിക്കാനൊക്കെ അവർക്ക് എളുപ്പമാകും. അതുകൊണ്ട് 7 വയസ്സ് വരെയുള്ള കുട്ടികളെ അവരോടൊപ്പം കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞുമൊക്കെ അവരെ വളർത്തുക. ഇനി അടുത്തതായിട്ട് 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത്? അവരെ പഠിപ്പിക്കുക. അതായത് നല്ല നല്ല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക. ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, ഈ കാര്യമേ ചെയ്യാൻ പറ്റൂ. അതായത് ചെറുപ്രായത്തിൽ തന്നെ നല്ല നല്ല ശീലങ്ങൾ പഠിപ്പിക്കണം. അതല്ല ഇവിടെ പറയുന്നത്. ചെറുപ്രായത്തിൽ തന്നെ 7 വയസ്സ് വരെയുള്ള ആ ഒരു സമയത്ത് തന്നെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പക്ഷേ 7 മുതൽ 14 വയസ്സ് വരെ അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ, അതായത് മദ്രസ പഠനം, ഏത് പഠനമായാലും പഠനത്തിൻ്റെ കാര്യത്തിലൊക്കെ അവരോടൊപ്പം ഇരുന്ന് അവരെ ആത്മാർത്ഥമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നർത്ഥം. 7 വയസ്സ് വരെ അവരെ കളിയും ചിരിയും തമാശയുമൊക്കെയായി അവരോടൊപ്പം സമയം ചിലവഴിച്ച് അവർക്ക് വേണ്ടതെല്ലാം നൽകി 7 വയസ്സിന് ശേഷം അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ സഹായമില്ലാതെ ആ ഒരു സമയത്ത് അവർക്ക് പഠിക്കാൻ പ്രയാസമായിരിക്കും. അവരുടെ ഇഷ്ടത്തിന് പഠിക്കാൻ വിടരുത്. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക എന്നർത്ഥം. എല്ലാ രീതിയിലും മദ്രസ വിദ്യാഭ്യാസമായിട്ടും മതപരമായിട്ടും ഭൗതികപരമായിട്ടൊക്കെ അവർക്ക് വേണ്ട നല്ല രീതിയിൽ പഠനം നൽകുക, അവരെ പഠിപ്പിച്ചു കൊടുക്കുക നമ്മുടെ അടുത്ത് നിന്നും. ഇനി അടുത്തതായിട്ട് 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള കുട്ടികളെ എങ്ങനെയാണ്? 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ അവരോടൊപ്പം ചങ്ങാത്തം കൂടുക. 14 വയസ്സിന് മുകളിലോട്ട് അവർ സ്വന്തമായിട്ട് തന്നെ പഠിക്കാനൊക്കെ ഒരു താല്പര്യം കാണിച്ച് അവർ സ്വന്തമായിട്ട് തന്നെ പഠിക്കാനും എല്ലാത്തിനും അവർക്കൊരു കഴിവ് വന്ന് തുടങ്ങി. അപ്പോൾ അതിനുശേഷം അവർ പഠിക്കുക. നല്ല നല്ല ശീലങ്ങൾ നമ്മൾ വീണ്ടും പഠിപ്പിച്ചു കൊടുക്കണം നമ്മുടെ മക്കളെ. നല്ല നല്ല ശീലങ്ങൾ, നല്ല നല്ല പ്രവർത്തികളൊക്കെ നമ്മുടെ മക്കൾക്ക് ഇടയ്ക്ക് ഉപദേശിച്ചു കൊടുക്കണം. അത് തന്നെയാണ് രക്ഷിതാക്കളുടെ അടുത്ത് നിന്നും വേണ്ടത്. മാത്രമല്ല അവരോടൊപ്പം ചങ്ങാത്തം കൂടി കൂടുക. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ അവരോടൊപ്പം ചങ്ങാത്തം കൂടി കൂടുക. ഇത് എന്തിനു സഹായിക്കും? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരിൽ നിന്നും അവർക്ക് എല്ലാ കാര്യങ്ങളും നമ്മോട് ഷെയർ ചെയ്യാൻ ഈ ഒരു സമയത്ത് 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഈ ഒരു സമയത്ത് അവരുടെ ജീവിതത്തിലോട്ട് ഒരുപാട് അവർ സ്വന്തമായിട്ട് തീരുമാനമെടുക്കാൻ, അല്ലെങ്കിൽ അവർക്ക് പല പൊതുസമൂഹത്തിൻ്റെ അടുത്ത് നിന്ന് പല രീതിയിലുള്ള അവർ നേരിടേണ്ടി വരുന്ന പല പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന പല സന്ദർഭങ്ങൾ, പല നിമിഷങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അവർക്ക് പ്രത്യേകമായിട്ടുണ്ടാകുന്ന പല സമയങ്ങൾ ഒക്കെയുണ്ട്. അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവർ എന്തെല്ലാം നേരിടുന്നോ അതെല്ലാം നമ്മോട് നല്ല രീതിയിൽ ഷെയർ ചെയ്യാൻ അവർക്ക് നല്ല ഒരു തോന്നലുണ്ടാകും. അതായത് മാതാപിതാക്കളോട് എല്ലാം ഷെയർ ചെയ്യാൻ അവർക്ക് തോന്നും. അതുകൊണ്ടാണ് പറയുന്നത് 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെ അവരോടൊപ്പം ചങ്ങാത്തം കൂടി നല്ല രീതിയിൽ അവരെ വളർത്താൻ ശ്രദ്ധിക്കുക. ഇത് അവർക്ക് നമ്മോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും എല്ലാത്തിനും അവർക്ക് എളുപ്പമാകും. അങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത്. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, നിങ്ങളുടെ കുട്ടികളുമായി 7 വയസ്സ് വരെ കളിക്കുക, 7 വയസ്സ് മുതൽ അവരെ പഠിപ്പിക്കുക, 14 വയസ്സ് മുതൽ അവരുമായി ചങ്ങാത്തം വെക്കുക എന്ന്. അപ്പോൾ നമ്മുടെ മക്കളെ ഇങ്ങനെ വളർത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.